ഹലോ ഗൈസ്, നമ്മ ഇന്ന് വന്നേക്കണ ഗൈസ് കൊമ്പൻ ദൗതനായിട്ടാണ് ഗൈസ്. കുറച്ച് പണിയുണ്ട് ഗൈസ്. ഞാൻ അന്ന് പോയപ്പോൾ സുമതി ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് കണ്ടില്ല ഗൈസ് അന്ന് നമ്മ. അപ്പം ഇന്ന് നമ്മ കാണും പോയിട്ട്. സിയാനെ കാണൂലേ നീ? കാണും. അപ്പം ഗൈസ് നമുക്ക് നേരെ സുമതി ചേച്ചിനെ കണ്ടിട്ട് വരാം. സുമതി ചേച്ചി വണ്ടി ഗൈസ്, സിയാൻ അന്ന് കൊണ്ടേ മുട്ടിച്ചിട്ട് ചില്ല് നമ്മ വെച്ചിട്ടില്ല കേട്ടോ. മിറർ നമ്മ വെച്ചിട്ടില്ല കേട്ടോ. ശരിയാക്കി. അതല്ലേ, ബാക്കിയെല്ലാം ശരിയാക്കി. മീറ്റർ സൈഡില്ലേ, ആ ചേട്ടനെ തെറിപ്പിച്ചോണ്ട് പോയി തോന്ന്. അതെ എനിക്ക് വേണേ ആ ചേട്ടൻ ആത്മാവാന്ന് തോന്നുന്നുണ്ടോ? എന്ത് പറയാ, കാണാൻ പറ്റുള്ള മിറർ ഇല്ലാത്തോണ്ടേ. ആ ഓക്കെ, സെറ്റ്. എടാ നീ സൈഡൊക്കെ വന്നോ കേട്ടോ. സിയാൻ്റെ റോഡ് ടെസ്റ്റ് ആണ് കേട്ടോ നാളെ അല്ല, കുറച്ച് നാളെയാണ് റോഡ് ടെസ്റ്റ്. പിന്നെ ഒരു കിഴങ്ങനെ നമ്മ വിളിക്കുന്നുണ്ട്. ആ കിഴങ്ങനത് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. കേറി കേറി. അപ്പൊ സിയാനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു നോക്കൂനി. സോറി, നമ്മൾ ഇന്ന് എങ്ങോട്ടേക്കാണ് പോകുന്നത്? പറയൂ, നീ ഒന്ന് ടെസ്റ്റ് ചെയ്ത് പറയൂ. പറഞ്ഞേക്കാം. നമ്മൾ ഇന്ന് പോകുന്നത് സ്വർഗത്തിലേക്ക്. എനിക്ക് ചെറിയ ഡൗട്ട് വന്നിട്ടുണ്ട്. എന്താ ഇത് സാവച്ചെന്താണ്ട് തുടങ്ങണ സാധനമില്ലേ? അല്ലടാ, നീ എന്താടാ പഠിച്ചു വന്നേക്കണം. എടാ തുണി ഏതോ സായിപ്പിനെ അറിയാന്ന്. സുമതി വളവിലോട്ടാണ്. അല്ലടാ, സോറി. അത് നിനക്ക് എങ്ങനെ മനസ്സിലായി? നമ്മുടെ വീഡിയോ കണ്ടിട്ട് വന്നിരുന്നു. അപ്പൊ ഗൈസ് അക്കുനെല്ലാം മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഗൈസ് നമ്മ നേരെ ഇനി ചെല്ലണത് സുമതി ചേച്ചിയുടെ വീട്ടിലോട്ടാണ്. കണ്ടാണ് ബസ് കംപ്ലൈന്റ്. എന്നാലും ഇപ്പൊ പണി ചെയ്ത് ഇറക്കിയേക്കണല്ലോ ഗൈസ്. അപ്പൊ ഗൈസ് നമ്മ പിന്നെ ഇന്ത്യയിലോട്ട് നമുക്ക് നാളെ ഒരു ഓട്ടോ ഉണ്ട്. കൊച്ചിന്ന് ബാംഗ്ലൂരിലാറ്റോടൊക്കെ ഒരു ഓട്ടോ ഉണ്ട് ഗൈസ്. ലോങ് ട്രിപ്പ് ആയിരിക്കും. സെറ്റായിരിക്കും. സിയാൻ്റെ ഗാനം എന്തായാലും ഉണ്ടാകും ഗൈസ്. അല്ല ഇപ്പൊ സിയാൻ പിന്നെ കുഴിയൊക്കെ കുത്തിച്ചിട്ടുണ്ട്. പാട്ടോടെ ആളെ കുഴിച്ചില്ലേ അല്ലേ സിയാൻ? എവിടെ? ഗൈസ് പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട്. നമ്മളെ ഫ്രണ്ടിൽ പോലീസുണ്ട്. എന്താ പാട്ടിടണോ? എടാ ഞാൻ പുതിയ സബൂഫറൊക്കെ സെറ്റ് ആക്കിയാറുണ്ട് ഗൈസ്. ആടാ, നിനക്ക് തിന്നാൻ പറ്റുമോ? അടുത്ത് കറക്കി കൊടുക്കാവന് ഗൈസ്. സബൂഫറൊക്കെ സെറ്റ് ആക്കി സൗണ്ട് വർക്ക് സൗണ്ട് വർക്കൊക്കെ നമ്മ സെറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. മിണ്ടാണ്ടിക്കണം, സൗണ്ട് കേൾപ്പിച്ചെടുക്കുക പിള്ളേർക്ക്. ഇതല്ലാട്ടാ ഗൈസ് സൗണ്ട്. ഗൈസ് നമ്മ ഇപ്പൊ സെറ്റാക്കും ഗൈസ്. ചെറുതായിട്ടൊന്ന് ഒന്നും വിചാരിക്കരുത്. നിങ്ങൾ ബസ് കംപ്ലൈന്റ് ആയിട്ടാണ്. ഇവന്മാർ തിന്നു ശരിക്കും പറഞ്ഞു കൊടുത്താ കുഞ്ഞി കിടമണ്ട വെറുതെ ഗൈസ്. പാട്ട് വന്നില്ല, ഇവ പറക്കി കൊടുത്താ കുഞ്ഞ തമാശക്കാണല്ലോ. അല്ല അക്കു എന്താണ് എന്റെ സീറ്റിൽ മറ്റേ CP അങ്ങനെ മിണ്ടാണ്ടിക്കളാണ്ട് എടാ. എന്താണ് ബസ്സിന് ഇടിക്കണ സൗണ്ടൊക്കെ വന്നെ? അയ്യോ ഇപ്പൊ ഇങ്ങനെ പിടിച്ച് വണ്ടി ഇടിക്കണല്ലേ? എന്തായാലും വണ്ടി അങ്ങനെ ഇടിക്കണ ലൈഫ് പറയും. ഇപ്പൊ മനസ്സിലായി. ഒക്കെ തലയിൽ മഴ വന്നടാ. അപ്പൊ ഗൈസ് ഇവിടെ നമുക്ക് ഒരു പ്രശ്നം പറ്റിയാലുണ്ട് ഗൈസ്. ടയർ ചെറുതായിട്ട് എന്തോ പറ്റിയ പോലെ. വണ്ടി അടുത്ത ഇതിൽ സ്റ്റാർട്ടാവല്ല ഗൈസ്. സ്റ്റാർട്ടാക്കണ എന്താ പ്രോബ്ലം എന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് കാണാം ഗൈസ്. ഓക്കെ
അപ്പൊ ഗൈസ് നമ്മ ബസ് ശരിയാക്കിയാലുണ്ട് ബസ്സിൽ പെട്രോൾ തിന്നത് ഗൈസ്, ജസ്റ്റ് പെട്രോൾ തിന്നത്. പക്ഷേ ഇപ്പൊ എന്ത് പറ്റി? ഇപ്പൊ സബൂബർ എടുത്ത് തിന്നു. ഇപ്പൊ സ്റ്റാർട്ടായി ഗൈസ്. എന്തോ അയ്യോ അയ്യോ വണ്ടിക്ക് പ്രാതം പിടിച്ച്. അയ്യോ വണ്ടി റിവേഴ്സ് ഒക്കെ പോണ്ടതാണ് തന്നെ. പിടിച്ചാൽ സോറി ബസ്സിനെ എടാ ബസ് കുറച്ച് സ്പീഡ് ഓട്ടിക്കടാ. അവരെടുത്ത് പിടിച്ചാ നീ ഇതിന്റെ പൈസ കൊടുക്കും. സിയാൻ അമ്പാനോ ഇതാരാ? ഇതെന്താണ് ക്യാമറ അല്ലടാ ഇത്. അപ്പൊ ഗൈസ് ജസ്റ്റ് ഒന്ന് ചായ കുടിച്ചേട്ടാ. ഇവിടെ ഒരു കട ഉണ്ടായിരുന്നല്ലോടാ. കടയൊക്കെ പോയടാ. അപ്പൊ ചായക്കട ഇവിടെ വല്ലയിടത്തും ഉണ്ടാന്ന് നിങ്ങൾ നോക്കിക്കേ ഗൈസ്. നോക്കിയാണ് നമ്മുടെ അടുത്ത് പറഞ്ഞു. ഇതാ ദോസ്തോട്ടാ ഗൈസ്. ബിരിയാണി കഴിച്ചിട്ടാണ്. അപ്പൊ ചായയൊക്കെ കുടിച്ച് പവറാക്കാം നമുക്ക്. നിങ്ങളും വന്നോ വേണമെങ്കിൽ. നിങ്ങൾ വരണ്ട അല്ലെങ്കിൽ എന്നാ എടാ നീയൊക്കെ എന്റെ ബാക്കി വന്നാൽ മതി. ചേട്ടാ 2 ചായ എവിടെ എടുത്ത് വെച്ചോ, ഞാൻ പിന്നെ എടുത്ത് കുടിച്ചേക്കാം. ഇറങ്ങി വാടാ ബസ്സിന്ന്. നീയൊക്കെ എന്താണ് ചില്ല് തുറന്നിട്ടേക്കണം? ആ ചില്ലൊക്കെ തുറന്നിടണ്ടേ, എന്നാലേ ഒരു വൈബ്. നീയൊക്കെ വാ. എടാ നമ്മുടെ സൈഡിൽ ഒരു വണ്ടി അതെന്താന്നാവോ അതെന്തെങ്കിലും. ഓക്കെ ഞാൻ ചായ കുടിച്ചാ ചേട്ടാ പൈസ എത്ര? 1000. 2000. ചേട്ടാ ഞാൻ വെറും 20 ചായയും 30 വടയല്ലേ കഴിച്ചുള്ളു. അതിന് 2000 രൂപ. എന്നാ 10 രൂപ പിടി, ഞാൻ പോണ. 10 2000 രൂപ എടുത്തിട്ടാളാ. അത് പോവണ്ണ. വെറുതെ 20 ചായയും കുടിച്ച് 30 വടയും കഴിച്ചതിന്. 30 വട കഴിച്ചതിന് പൈസ ചോദിക്കണമാര്. നമ്മ കൊടുക്കോ? നമ്മ വിശിക്കന്മാരെ. സൈഡിലാരെ? അപ്പൊ ഗൈസ് നമുക്ക് നേരെ ഇനി സുമതി ഗൈസ് പാർട്ട് 2 ആണ്ട്ടോ. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ നമുക്ക് കാണാൻ പറ്റിയില്ല. ഈ പ്രാവശ്യം എന്തായാലും ചെയ്യാൻ കണ്ടിരിക്കുമെന്നാണ് പറയുന്നത്. ഗൈസ് ചെയ്യാൻ ഇന്നല്ല മിനിഞ്ഞാന്നൊരു 7 Pro എടുത്തിട്ടുണ്ട്. അതിന്റെ ഷോ ഒക്കെ ഉണ്ടായിരുന്നു. ആ ഷോയും വെച്ച് നൈസായിട്ട് പാന്റ് ഷർട്ടിന്റെ പൊക്കത്ത് തന്നെ iPhone 7 Pro ഒക്കെ പിടിച്ചാണ് നടക്കണത്. ഈ വണ്ടിന്റെ ഫുൾ ചെലവാരുണ്ട്. ഈ വണ്ടിയുടെ ഫുൾ ചെലവ് സിയാനാണ് നോക്കേണ്ടത്. സിയാനെ 3000 പെട്രോൾ അടിച്ചേ. അപ്പത്തേക്ക് ചെലവ് ചോദിച്ചു. എടാ ചെറിയൊരു കുലിക്കാൻ വരും, ആരും ഒന്ന് പേടിക്കരുത്. ഭയങ്കര എടാ നീയൊക്കെ തെറിച്ചു പോകരുത്. അയ്യോ നോക്കി ഫ്ലൈറ്റ് ഇട്ടില്ല ഞാല്. ഓക്കെ ഓഫായി കളഞ്ഞു പട്ടി. എടാ ഗൈസ് സിയാനൊന്ന് കൈവച്ചപ്പോഴേക്കും ബസ്സിന്റെ പുറത്തത്ര ഹെഡ്ലൈറ്റ് വർക്ക് ചെയ്യാനുണ്ടെന്ന് തോന്നാൻ. ബാക്കി എല്ലാ ലൈറ്റും പോയി. എന്താന്നാവോ സിയാന നീ എന്താ ബൾബ് കത്തിക്കാൻ നോക്കി അവിടെ? പുതിയ ഫീച്ചർ നോക്കി ഗൈസ്. സിയാൻ അങ്ങനെ ബസ് അടുപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്. ലൈറ്റ് ഒന്നും കത്തല്ല. ഓക്കെ എടാ അക്കു നീ ഒന്ന് ശരിയാക്കിക്കടാ മണ്ടന്റെ അടുത്ത്. വേണ്ട ഓക്കെ ഇപ്പൊ മനസ്സിലായി. സിയാൻ നീ ഫാൻ കറക്കാൻ നോക്കിയാണല്ലേ? അല്ലടാ പിന്നെ ചാർജർ. ഇതെന്താണ് വണ്ടി ഡ്രിഫ്റ്റ് ആയി പോണ കിടക്കണത്? വണ്ടി വണ്ടി പൊടി പിടിച്ച്. പിന്നെ അതൊക്കെ ഓക്കെ. നീയല്ല അക്കു ശരിയാക്കിയ കിട്ടിയാ എന്തോ ഒരു കുഴപ്പം ആടാ. ഇവൻ ഫാൻ എന്താണ്ട് ഓൺ ചെയ്തപ്പോ എന്റെ സ്വിച്ചിന്റെ എന്താണ്ടും പറ്റിയാണ്. ഞാൻ സ്വിച്ചിന് എന്താണ് പറ്റിയ ഞാൻ അസുഖം ഞാൻ തന്നെ ശരിയാക്കി. അക്കു ശരിയാക്കിയിട്ട് മിണ്ടാണ്ടിക്ക. അക്കു ശരിയാക്കിയിട്ടില്ലേ ഗൈസ്? അക്കു ശരിയാക്കിയിട്ട് ഞാൻ ശരിയാക്കിയത്. എന്ത് കള്ളനാണോ നീ? എടാ പക്ഷെ ഫാൻ കറങ്ങണില്ലല്ലോ. ഫാൻ കറങ്ങണ്ടോ? അക്കു ശരിയാക്കി ഫാൻ അടിച്ചു പോയേ. ഞാൻ നോക്കട്ടെ. നീ നോക്കിക്കഴിഞ്ഞാ വേണമെങ്കിൽ ഉള്ള ലൈറ്റും കൂടി പോവാ. അത് നോക്കണ്ട. ഞാൻ നോക്കാം. നോക്ക്
അയ്യോ guys. അയ്യോ എടാ പിന്നത് കണ്ട ഗൈസ് ഷോർട്ടേജ് ആയിരുന്നു ആരുടെ ഷോർട്ടേജ്? ബാറ്ററിയുടെ. ഞാൻ ചക്കുവിന്റെ ഷോർട്ടേജ്. അല്ല അതന്നെ അക്കുന് ശരിയാക്കാൻ അക്കുവിന്റെ വയറ് വിട്ട് കിടക്കണേ. അതന്നെ അയ്യോ എടാ വണ്ടി ഇടിച്ചാ? വണ്ടി ഒന്ന് നിന്നു പോയാ? അവന്റെ ഭൂകമ്പത്തിന് ഇതായിരിക്കും. അതൊക്കെ അപ്പൊ ഗൈസ് നമുക്ക് നേരെ പോയിട്ട് നമ്മൾ ഇടവേളക്ക് ശേഷം വന്നിട്ടുണ്ട് ഗൈസ്. എടാ വണ്ടിക്കൊരു മിസ്സിങ് എടാ. എന്താന്നോ വണ്ടിക്ക് മിസ്സിനെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. പിന്നെ വണ്ടി ഓടണ്ടേ? കുറച്ച് നീ ഒന്നും ചെയ്തേ. എടാ വൈപ്പർ ഓഫ് ആക്കളാ. വൈപ്പർ ഓഫ് വൈപ്പർ ഓണൊന്നുമല്ല. എടാ സിയാനെ നമ്മളെ വൈപ്പർ കുറച്ച് നാളായിട്ട് കംപ്ലൈന്റ് ആണ്ടാ ഗൈസ്. നിങ്ങൾ സൈഡിൽ നോക്കിയാൽ മനസ്സിലാവും നിനക്ക്. എടാ വൈപ്പറിന് ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട്. അപ്പൊ ശരിയാക്കും. പേരെന്തായിരുന്നു? ഞാൻ മറന്നു. വണ്ടീന്റെ പേര് കൊമ്പൻ, അല്ലാണ്ട് നിന്റെ ശരി. സോറിടാ അക്കുയി. ഫാമിലി വൈസ് ഒക്കെ കാണാനില്ലാത്ത ഒരു ഇതാ. സോറി ടാക്കു. അക്കു ഇച്ചിരി സീനാണ്. നമ്മള് ചിലപ്പോ ഇടിച്ചു മറിച്ച് കളയും. സോറി പറഞ്ഞ. അല്ലെങ്കിൽ ഞാൻ പേടിക്കോ ഇങ്ങനെയൊക്കെ? അയ്യോ ഉടുക്കത്ത് ഇടിയാട്ടോ ഗൈസ്. ഇത് പറയാ വണ്ടിക്ക് സ്പീഡ് ഇടി കൊടുത്തോളൂ. അതുകൊണ്ടായിരിക്കും സിയാന്റെ തലക്ക് 3 മഴ ഭംഗിയാക്കണം. ഞാൻ കണ്ടില്ലെന്നൊന്നും വിചാരിക്കേണ്ടത്. ഞാന് ഈ നാളെ തൊട്ട് വിഗ് വെച്ചാണ്. അപ്പോഴേക്കും എടാ അപ്പൊ നിങ്ങളെല്ലാരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ? വണ്ടിയുടെ അകത്ത് തെണ്ടിയാണ്. അല്ല അല്ല എടാ സിയാനെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞ വണ്ടിക്കകത്ത്. സബ്സ്ക്രൈബ് ചെയ്തില്ല. സബ്സ്ക്രൈബ് ചെയ്യാൻ പറ വണ്ടിക്കകത്ത്. സബ്സ്ക്രൈബ് ചെയ്യട്ടെ. സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ഒന്നും കൂടുതലല്ല. 6 വീഡിയോ ഇട്ട് 7ാമത്തെ വീഡിയോ. സോറി 8ാമത്തെ വീഡിയോ. വണ്ടി കുലുക്കൊന്നറിയാൻ ഞാൻ നിന്നെയൊക്കെ ഒന്ന് കൊല്ലാൻ വേണ്ടി നോക്കിയതാണ്. അപ്പൊ ഗൈസ് നമുക്ക് ഇനി സുമതി ചേച്ചിയുടെ വീടെത്തിയിട്ട് കണ്ടാ പോരെ? വേണ്ട വേണ്ടേ? എന്നാ ശരി. വണ്ടിയുടെ ലൈറ്റ് ഓഫ് ആയി കാണിട്ട് പേടിക്കുന്ന മച്ചാനെ. അയ്യോ അക്കുപ്രേതം വന്നേ. എടാ നീയൊക്കെ പേടിയാണോ നോക്കാൻ വേണ്ടിട്ടാ ഞാൻ ലൈറ്റ് ഓഫ് ആയി. അയ്യോ ലൈറ്റ് ഓണാക്ക്. അയ്യോ അയ്യോ വണ്ടി ലൈറ്റ് ഓഫ് ആക്കാത്ത പോടാ വണ്ടി. മനുഷ്യനെ പേടിപ്പിക്കാൻ അവൻ ഫിക്സല് കണ്ടിട്ട് പറയാൻ വെള്ള സാരി എന്ന്. ദാരി നീ സാരി എടുത്തു വന്നാ കുഴപ്പമില്ല. എടാ അതുമല്ല ബസ്സിലെ കറക്റ്റായിരിക്കും. അപ്പൊ നെക്സ്റ്റ് മാപ്പിലോട്ട് ലോഡ് ആയിട്ടുണ്ട്. സാരി മാപ്പ് മാപ്പ്. ആ അമ്മ എടാ ഇത്ര ഇടിയാണ് എന്നിട്ട് ആ അമ്മച്ചി എന്താണ്ട് ഒന്നും അറിയാത്തോലാണ് പിന്നെ ഞാൻ പോയിടിച്ച് വണ്ടി ഇടിച്ചിടിച്ച് 95. പോലീസ് വരൂ? പോലീസ് ഒന്നും പറ്റില്ല. വന്നാൽ തന്നെ അക്കുരി ഇട്ട് കൊടുക്കൂലേ? എടാ ലൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ടേ. എന്താ എനിക്ക് ശരിയാവും. അത് കുഴപ്പമില്ല ചെയ്യാനുണ്ടല്ലേ. വേടിപ്പിച്ചോ. രക്ഷപ്പെട്ട സിയാനടാ അവൻ കിളവനാ. ഇപ്പൊ എത്തും കൈ സുമതി വളവ്. എടാ സിയാൻ ഇപ്പൊ എത്തോടാ. പേടിക്കാൻ വേണ്ടി തയ്യാറായിരുന്നു. അയ്യോ എടാ അവനോ നോക്കാനടാ വലിയ ഡയലോഗ് അടിച്ചവൻ സുമതി. എടാ ഇതല്ലേ വഴി സുമതി വളവിന്? സുമതി വളവൊക്കെ എത്തിയ എടാ ചില്ലൊക്കെ പൂട്ടിയിടാലേ ചില്ലൊക്കെ. അയ്യോ എടാ എടാ ഇവിടെ വന്നപ്പോ വണ്ടിക്ക് പണി കിട്ടിയടാ. ന്യൂട്രല് മാറ്റം. ശരിയല്ലേ. ആൾക്കാരും എന്താടാ വണ്ടിക്കാണോണ്ടാ വണ്ടി? എന്താടാ അങ്ങനെ ഉച്ചിക്കളഞ്ഞ അയ്യോളാ കുട്ടിക്കാൻ. അപ്പൊ ഗൈസ് സുമതി എങ്ങനെയാണ് ചത്തെന്നുള്ള കാര്യമൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ എടാ എന്താടാ ടോപ്പ് ലൈറ്റ് മാത്രമായിട്ട് കത്തിക്കണം? എടാ പൊട്ടന്മാരെ എടാ അവിടെ ആരാടാ നിക്കണ? ഗൈസ്
സിയാൻ പേടിച്ചിട്ട് വളി പോലെ വിട്ടു കളഞ്ഞു. എനിക്ക് സൗണ്ട് കേട്ടായിരുന്ന. എടാ സിയാനെ അവിടെ സുമതി ലൈറ്റ് ഓഫ് ആക്കണം വണ്ടിയുടെ. വേണ്ട, ലൈറ്റ് ഓൺ ആക്കി. എടാ ലൈറ്റ് തന്നെ ഓഫ് ആയി പോയി. ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വണ്ടി ഓഫ് ആയി പോയി. എടാ വണ്ടി ഡിക്കിന്ന് എന്തോ സൗണ്ട്. എടാ 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 കളിയാ. എടാ ഇപ്പൊ ഡിക്കി അടഞ്ഞാളേക്കണ. അപ്പൊ ഗൈസ് എന്തോ പ്രശ്നമുണ്ട് നോക്കിയിട്ട്. അപ്പൊ ഗൈസ് സിയാനൊക്കെ ആരാണ്ട് വണ്ടി കൈ പഠിക്കണം. ഗൈസ് മിണ്ടാണ്ടി കാർ. ഗൈസ് ഇവിടെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്. ഇവിടെ നിന്ന് വെച്ചാണ് സുമതി മരിച്ചത്. ഈ വീട്ടിൽ നിന്ന് ബിൽഡിങ്ങിൽ നിന്ന്. ഗൈസ് നമ്മുടെ ബസ്സിന് ലൈറ്റ് ഒക്കെ എന്തോ വെച്ചിട്ടുണ്ട്. ക്യാമറ ഡോറ് തുറന്നു തരാം നിനക്കൊക്കെ. ഇറങ്ങി വേടാ കഴുതകളെ. എന്റെ കൈ പിടിച്ചോണം, ഒട്ടും പേടിക്കരുത്. അവിടെ സുമതി നിക്കോണ്ട്. എടാ നിന്റെ കൈ പിടിക്കണ ഓടിക്കോ. എടാ സിയാനോ കൈ പിടിച്ചു വെച്ചോ. ഓടിക്കളെ പിടിച്ച് ആ പിടിച്ചാ പൈനപ്പോ. എടാ എടാ സുമതി സുമതി കണ്ടില്ലേ ദേഹിക്കൺ വൈറ്റ് കളറിൽ സാരി എടുത്ത് തന്നേക്കോളാം. അറിയ പൈസ അതേതോന്നും പറഞ്ഞു. എടാ അവിടെ ഒളിച്ചിരിക്കണ്ട. ഒരു അടി കൊടുത്തന്നെ മല. അവൻ ബസ്സിലായിട്ടാണ് ഓടിക്കറിയോ. ഞങ്ങളെ പെടുത്തിക്കളിട്ട് പോണാ. എടാ അക്കു നീ ഓടിയാ ബസ്സിലായിട്ട്. ഇല്ല അവളാ പോയി പോണാ. ശരിയെന്നാ ഞാൻ ഞാൻ നിഞ്ഞൊക്കെ പിടിച്ചേണ്ടി വരും. സുമതിക്ക് ഇട്ട് കൊടുക്കാൻ. എടാ അക്കു നീ ഇവിടെ ഒളിച്ചിരിക്കണ വാടാ ഇങ്ങോട്ട്. ആ സിയാനുണ്ട് ഗൈസ്. ഗൈസ് സിയാൻ ആരെയോ ഫോൺ വിളിച്ച് ചൊല്ലിക്കൊണ്ടിരിക്കണാണ് അവിടെ അപ്പുറത്തുനിന്ന്. അപ്പൊ ഗൈസ് സിയാന്റെ ഫോൺ സിയാൻ എൻ്റെ ഒപ്പം ഉണ്ട്. ഗൈസ് സിയാൻ എൻ്റെ ഒപ്പം ഉണ്ട്. അവൻ്റെ അപ്പുറത്തുനിന്ന് മാറി എന്തോ കോളൊക്കെ ചെയ്യാൻ വേണ്ടിയിരിക്കണ. ഗൈസ് മതി. എടാ സിയാനേ എന്തൊക്കെയാണ് നിങ്ങള് പോകരുത്. നിങ്ങളെ ഞാൻ കടിച്ചു കീറി തിന്നും. അയ്യോ അയ്യോ വീടടാ. അയ്യോ അയ്യോ ഇതാണ് സുമതി. ഓടിക്കോ. എടാ നിങ്ങോടി ബസ്സിൽ കയറിയാ. നീയൊക്കെ എന്താ എടാ ഗൈസ് ഓടിക്കോ. അയ്യോ അമ്മാരോടി ബസ്സിൽ കയറി. മിണ്ടല്ലേടാ പട്ടി. സുമതി ബാക്കി വനടാ. ഗൈസ് ചെയ്യാൻ മാത്രം എന്നെ പോണ കള്ളം വേഗം ഓടി ബസ്സിൽ കയറി. പെണ്ണെണ്ണ പെണ്ണ് പെണ്ണ ഏത് പെണ്ണ്? അയ്യോ വണ്ടി ചേച്ചിയോട് വിട്ടാലിങ്ങനെ. എടാ വിടറ പോളെ മിണ്ടാടിക്കട. പ്രേതം ബാക്കിലുള്ളപ്പോൾ അവന്റെ കഥ. അയ്യോ വണ്ടി നിന്ന് പോയി. വണ്ടി ഇടിച്ചാ. വണ്ടി തെങ്ങില്ല കാട്ടിലെവിടെ. അയ്യോ വെട്ട് ചെയ്യാനേ വണ്ടി ഇറങ്ങളില്ലടാ. ഒന്നും കാണാൻ പറ്റില്ല. പണിവാളി ലൈറ്റ് ലൈറ്റ് ഓൺ. എടാ പണിവാളി ലൈറ്റ് ഓണാമല്ല. വണ്ടിയും കുടുങ്ങി. അയ്യോ എടാ സുമതി ബസ് പൊക്കി കയറ്റി വെച്ചേക്കണം. അയ്യോ അയ്യോ അമ്മ നേരത്തെ ഇറങ്ങി ഓടിയാ പണ്ടത് ഞാൻ കണ്ടു. ഗൈസ് നമ്മുടെ ബസ് അങ്ങനെ കാടിന്റെ പൊക്കത്താട്ട് കയറി. എടാ സിയാന ഓടിയാ നിങ്ങളുടെ വന്നേ. നമ്മുടെ ബസ് എങ്ങനെ പൊക്കത്താട്ട് കയറി. വാടാ ഞാൻ പോയി ഒന്ന്. എടാ നാളെ പിക്കപ്പിനെ വിളിച്ചോണ്ട് വരേണ്ടി വരും. ഇപ്പൊ ഓടിക്കോ. അപ്പൊ അയ്യോ കീ ബസിന്റെ അകത്താടാ. എടാ വണ്ടിയുടെ ലൈറ്റ് പോണായാ. എടാ വണ്ടിയുടെ സൈഡ് ലൈറ്റ് പോണായി. ഗൈസ് വണ്ടിയുടെ സൈഡ് ലൈറ്റ് പോണായി. ഞാൻ ക്യാമറ എടുത്ത് കാണിച്ചാട്ടോ നിങ്ങക്ക്. കണ്ടോ ഗൈസ് ഈ ലൈറ്റ് പോണേതാ കണ്ടാ. സിയാൻ വേണ്ട പേടിപ്പിക്കാണ്ടിരിക്കടാ. അവിടെ വേറൊരു സീൻ നടക്കും ഗൈസ്. ഇത് നമ്മുടെ ബസ്സിന്റെ ലൈറ്റ്. ഞാൻ മിണ്ടാണ്ടിരിക്കട പൊട്ട. ബസ്സിന്റെ ലൈറ്റ് ഓണാ കണ്ടതേ. പിന്നെ ഈ ലൈറ്റ് ബസ് ഫുള്ളായിട്ട് ചാവി എൻ്റെ കഴിക്കാം. പിന്നെ ബസ്സിന്റെ ലൈറ്റ് മാത്രം അങ്ങനെ കത്തണം അവിടെ. എടാ നാളെ പിക്കപ്പിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ലിഫ്റ്റ് കിട്ടി. ഞാൻ അപ്പൊ ഗൈസ് ശരി.